പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ ഒരു ഉത്സവം നടക്കുകയാണെങ്കിൽ ഉത്സവത്തിൻ്റെ ഭാഗമായി വരുന്ന ആളുകൾ എല്ലാ മതക്കാരും വരും. ആ മതത്തിന് വരുമ്പോൾ അവിടെ പാട്ട് പാടുന്നതിന് ജാതിയും മതവും നോക്കണം എന്ന് പറഞ്ഞാൽ കഴിയുന്നുവോ? നമസ്കാരം കിരൺ സാറേ. നമസ്കാരം സാറേ, ഞാൻ അമ്പലത്തില് ഉത്സവത്തിന് പോകാറുണ്ട്. ശിവരാത്രി അതുപോലുള്ള ഓരോ പരിപാടികൾക്ക് പല അമ്പലത്തിലും പോയിട്ടുണ്ട്. ക്രിസ്ത്യൻസിന്റെ എല്ലാം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പുതിയ പള്ളികളിലൊക്കെ ഗാനമേള വരുമ്പോൾ അവിടെ പോകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റേഡിയത്തിലൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കോന്നിയിലൊക്കെ കയർമേള അതുപോലെയുള്ളതായ പരിപാടികളൊക്കെ വരുമ്പോൾ അവിടെ ഗാനമേള വരുമ്പം 3 മതങ്ങളുടെ പാട്ടുകളാണ് അവിടെ ചെയ്യുന്നത്. ആദ്യം ഇവര് 3 മതങ്ങളുടെ പാട്ടും പാടും. ക്രിസ്ത്യൻസിന്റെയും പാടും, ഹിന്ദുക്കളുടെയും പാടും, മുസ്ലിമിന്റെയും പാടും. ഇവിടെ ഇതിനെപ്പറ്റി ഒരു പാട്ടിനെ പറ്റി പിന്നെ ഒരു രചന എഴുതിയ ഒരു പഴയൊരു പാട്ടാണ്. സാറിന് അറിയാവുന്ന ഒരു പാട്ട് തന്നെയാണ്. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങളാണ് ദൈവങ്ങളെ സൃഷ്ടിച്ചത്. മനുഷ്യരും മതങ്ങളും ചേർന്ന് മണ്ണുകൾ പങ്കുവെച്ചു. ഇത് പാടിയത് ദാസേട്ടനാണ്. ദാസേട്ടൻ ഈ പാട്ട് പാടിയ സമയത്ത് ഒരു ഷോയില് TV-ക്കകത്ത് ഞങ്ങൾ കണ്ടത്. അതുകൊണ്ടാണ് ഞാനും ഇത് കൂടി പറയുന്നത്. സുജാത ചേച്ചി ഇത് കണ്ടു, കരഞ്ഞു. ഞങ്ങളെല്ലാം ഇത് കണ്ടു കരഞ്ഞു. കാരണം എന്തുകൊണ്ടാ? അവിടെ മതം നോക്കാറില്ല. ഞാൻ ഈ ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ നടത്തിയേക്കാം. ഞങ്ങള് ഓരോ ഹോസ്പിറ്റലില് ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട്. ഭക്ഷണം ഞങ്ങൾ കിടക്കയില് എഴുന്നേക്കാൻ വയ്യാത്ത, കയ്യും കാലും ഇല്ലാത്തവർക്ക് കൊടുക്കുന്നത്. ഞങ്ങൾ മതങ്ങൾ നോക്കാറില്ല. കയ്യും കാലും ഇല്ലാത്ത, അതായത് എഴുന്നേറ്റ് പോയി ഭക്ഷണം മേടിച്ച് കഴിക്കാൻ വയ്യാത്തവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത്. ഞങ്ങൾ മതം നോക്കിയിട്ടില്ല. അവിടെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനിയോ മുസ്ലിങ്ങളോ ഒന്നും ഞങ്ങൾ നോക്കാറില്ല. മൊത്തം പേർ ഞങ്ങൾ കൊടുക്കും. ഇന്നും അങ്ങനെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മതങ്ങളെ കോവിഡ് വന്നപ്പോഴും ഒന്നും ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒന്നും ഇല്ലായിരുന്നു. മനുഷ്യർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഈ പറയുന്ന ആരാധനാലയങ്ങളിലൊന്നും പൂജയ്ക്കും മറ്റു കാര്യങ്ങൾക്കും ഏതായാലും അമ്പലമായാലും പള്ളിയായാലും അവിടെയൊന്നും ആരും ഇല്ലായിരുന്നു. എല്ലാവരും മനുഷ്യരായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും അത് എല്ലാം ദുഃഖങ്ങളെല്ലാം മാറി ജീവിതം സന്തോഷത്തിൽ വരുമ്പോഴാണല്ലോ വിഷവും പുറത്തേക്ക് വരുന്നത്. ഷാജിയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ഷാജി, കേരളീയ സമൂഹത്തിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ ചില അപശബ്ദങ്ങൾ ഉണ്ടാവുന്നത്. അത് ഈ നാട് ആ തരത്തിലേക്ക് മാറുന്നു എന്നതിന്റെ ഒരു അപകട സൂചന കൂടിയാണോ? നമസ്കാരം കെൻഫായ്. നമസ്കാരം. അല്ലേ, ഞാൻ നേരത്തെ ഒരു മാഡം പറഞ്ഞതേ വളരെ കഷ്ടം തോന്നുന്നു കേട്ടോ. പിന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരും കമന്റ് ചെയ്യുമ്പോൾ അവരുടെയൊക്കെ പ്രൊഫൈൽ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ അവരുടെയൊക്കെ രാഷ്ട്രീയം എങ്ങോട്ടാണ് ചെന്ന് നിൽക്കുന്നതെന്നൊക്കെ മനസ്സിലാവും. ഇത് നിർദോഷമായ ഒരു നിഷ്കളങ്കമായ ഒരു എതിർപ്പൊന്നും അല്ല ഇത്. എന്താ പറയാ, ഇങ്ങനെ പലരും അതിനകത്ത് താഴെയൊക്കെ വന്ന് ഈ നേരത്തെ ആ ജയശ്രീ മാഡം ചോദിച്ചതുപോലെ ഒരു പള്ളിയിൽ ഒരു ഹിന്ദു പാട്ട് പാടിയത് കാണിക്കാമോന്ന് ഉടനെ പലരും അത് ഇട്ടേക്കുന്നു. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് ഒരു ആണ്ട് നേർച്ച പരിപാടി ഗാനമേളയിലൊക്കെ അത് കണക്ക് തന്നെ ഒരു പള്ളി പെരുന്നാളിന് ഇട്ടേക്കുന്ന വീഡിയോ ഉൾപ്പെടെ ഇട്ടേക്കുന്നത്. ഞാൻ അവരുടെയൊക്കെ പ്രൊഫൈലിലേക്ക് അതിന്റെ ലിങ്ക് ഇട്ട് കൊടുത്തു. ഇപ്പൊ ഇത്തരത്തിൽ അന്ധമായിട്ട് ഇപ്പൊ ഈ കെട്ടകാലത്ത് ഇവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയാൻ എങ്ങനെങ്കിലും ഒരു വർഗീയതകളെ ഉണ്ടാക്കുക. അവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയാൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ കോളനി പോലെ താമസിക്കുക. ഹിന്ദു ഡോക്ടറെ കാണുക, മുസ്ലിം ഡോക്ടറെ കാണുക. ആ ഒരു അവസ്ഥയിലേക്ക് വടക്കേ ഇന്ത്യയിലെ പോലെ കേരളത്തെ കൊണ്ട് എത്തിക്കുക. ഇത് അത്തരത്തിലുള്ളൊരു ആസൂത്രിതമായ നീക്കമാണ്. അങ്ങനെയാണെങ്കിലേ ഇവരുടെ രാഷ്ട്രീയം ഇവിടെ വിളയത്തോളൂ എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ അണ്ണാക്കി വരെ വെള്ളം കയറിയപ്പോഴും അതുപോലെ തന്നെ ഇവിടെ കോവിഡ് വന്ന് ചത്ത് മലന്നപ്പോഴും ഒരുത്തന്റെ ജാതിയും മതവും ഒന്നും ചോദിച്ചില്ല. മതിലിന്റെ മേളിൽ പട്ടിക്ക് കൊടുക്കുന്നതൊക്കെ ഭക്ഷണം കൊണ്ട് ഞാനും കഴിച്ചവനാ. ഗൾഫിൽ നിന്ന് വന്നപ്പോ ഇവിടെ വന്ന് പിന്നെ ക്വാറന്റൈനിൽ ഇരുന്നപ്പോ കൊണ്ടുവന്ന് ഇങ്ങനെ മതിലിന്റെ മേളിൽ വെച്ചു കൊടുത്തിട്ട് ഓടുകയായിരുന്നു. അന്ന് ഒരുത്തന്റെ ജാതിയും മതവും ഒന്നും തിരക്കില്ല. ഈ ജയശ്രീ മാഡമൊക്കെ തല തിരിഞ്ഞാണ് നടക്കുന്നതെന്ന് പറയേണ്ടി വരുന്നു. ഇതുപോലുള്ള മനുഷ്യർ ഒരുപാട് മോശപ്പെട്ട മാനസികാവസ്ഥ ഉള്ളവരുണ്ട്. ഇവരൊക്കെ ചായം പൂശി നടക്കുന്നതെന്ന് പറയുന്നത് കാപട്യത്തിന്റെ മൃഗീയതയുടെ ഉദാഹരണങ്ങളാണ്. ഈ ഫേസ്ബുക്കിലൂടെയൊക്കെ അവരെഴുതിയിരിക്കുന്നവരെ കമന്റുകളൊക്കെ വായിക്കണം. വളരെ കഷ്ടം തോന്നുന്നു. ഇവർ മനുഷ്യഗണത്തിൽ പെടുന്നതാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നു. ഇവർ എപ്പോഴെങ്കിലും ഒരു നല്ല വാക്ക്, ഈ ശശികല ടീച്ചർ ഒക്കെ ഉൾപ്പെടെ ഏതെങ്കിലും ഒരു നല്ല വാക്ക് ഈ ജനസമൂഹത്തിന് നല്ലതായി ജീവിക്കൂ, സ്നേഹത്തോടെ ജീവിക്കൂ, നല്ല വാക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കുത്തിത്തിരിപ്പും ഇത്തരത്തിലുള്ള വർഗീയ വിഷവും അല്ലാതെ അപ്പോ ഇതൊക്കെ അവസാനം എവിടേക്കാണ് ചെന്ന് നിൽക്കുന്നത്? ഇവരുടെ പ്രൊഫൈൽ പരിശോധിച്ചാൽ മനസ്സിലാവും. എനിക്ക് രാഷ്ട്രീയമുണ്ട്, ഞാൻ രാഷ്ട്രീയം പറയാണെന്ന് ധരിക്കരുത്. ഞാൻ ഇതെല്ലാം പ്രൊഫൈൽ സെർച്ച് ചെയ്തപ്പോൾ ഇവരുടെയൊക്കെ രാഷ്ട്രീയം എങ്ങോട്ടാണ് ചെന്ന് നിൽക്കുന്നത്, അവരുടെ ഉദ്ദേശം
ഉദ്ദേശം എന്താണ്? ഇതൊന്നും നിഷ്കളങ്കമായ ഒരു എതിർപ്പല്ല, ഇത് വളരെ ആസൂത്രിതമാണ്. അതുകൊണ്ട് ഈ പിന്നെ മനുഷ്യ ഗുണം മനസ്സിലുള്ളവര്, കുലത്തിൽ ജനിച്ചവര്, മനുഷ്യന്റെ എന്തെങ്കിലും അവശേഷിക്കുന്നുള്ളവര് ഇതിനെ എതിർക്കേണ്ടതാണ്. പാട്ടാരോ പാടിക്കോട്ടെ, എന്തോ പാടിക്കോട്ടെ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ വിജയനാണ് ഒറ്റപ്പാലത്ത് നിന്നും. ശ്രീ വിജയൻ, ഒരു ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ഒരു ക്രൈസ്തവ ഭക്തിഗാനം പാടിയതിന്റെ പേരിൽ അതിനെയൊക്കെ പരസ്യമായി വിമർശിക്കാൻ ഒരു ലേശം നാണം തോന്നേണ്ടതാണ് മനുഷ്യർക്ക്. അത് തോന്നാത്ത ആളുകൾ കൂടി ഉണ്ട് നമ്മുടെ ഇടയിൽ എന്ന് പറയേണ്ടി വരുന്നു. സാറേ, അത് ഇതെന്താ പ്രശ്നം എന്ന് പറയാ, ഇത് ഗാനമേള അല്ലല്ലോ. ഗാനമേളയാണെങ്കിലല്ലേ നമ്മള് അത് ഹിന്ദു പാട്ട്, മുസ്ലിം പാട്ട്, ക്രിസ്ത്യൻ പാട്ട് എന്ന് പാടാൻ പറ്റുള്ളൂ. ഇത് ഗാനമേള അല്ല, ഭജൻസ് അല്ലേ. അപ്പൊ ഭജൻസ് പറയുമ്പോ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോ ഭജൻസ് അല്ലേ പാടേണ്ടത്, അല്ലാതെ മറ്റേ ക്രിസ്ത്യൻ പാട്ട് മറ്റേതല്ലല്ലോ പാടേണ്ടത്. അതാണ് മറ്റേ മേഡം പറഞ്ഞത്. ശ്രീ വിജയൻ, ഒരു സംശയം. ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാം ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അവിടെ ഈ ഉത്സവത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന തന്നെ പള്ളിയുടെ ഗ്രൗണ്ടിലടക്കം സൗകര്യങ്ങൾ ഒരുക്കുന്നവരാണ്. ഞങ്ങൾ പരമ്പരാഗതമായി അങ്ങനെ ജീവിക്കുന്നവരാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങളുടെ കൂടി ആവശ്യപ്രകാരമാണ് അവിടെ ഒരു ക്രൈസ്തവ ഭക്തിഗാനം പാടണമെന്ന് പറഞ്ഞു. ആ കേട്ടിരുന്ന ഒരാളിനും ഒരു കുഴപ്പവും ഉണ്ടായില്ല. അവർക്കെല്ലാം സന്തോഷമാണ്. ഒരു അമ്പലത്തിലൊരു ഉത്സവം നടന്നാൽ അല്ലെങ്കിൽ പള്ളിയിലൊരു ആഘോഷം നടന്നാൽ അതിൽ ആരാധനയിൽ പങ്കെടുക്കുന്നത് വിശ്വാസികളായിരിക്കും. പക്ഷേ ഉത്സവത്തിൽ പങ്കെടുക്കുന്നത് വിശ്വാസികൾ മാത്രമല്ല, ആ നാട്ടുകാരെല്ലാവരും പങ്കെടുക്കും. അവിടെ ഒരു പാട്ട് പാടിയോണ്ട് എന്താണ്? ഈ അമ്പലങ്ങളിലെല്ലാം പാടുന്ന പാട്ട് താങ്കൾ എത്ര കേട്ടിട്ടുണ്ടാവും? ഈ സിനിമ പാട്ട്, ഡിസ്കോ ഡാൻസിന്റെ പാട്ടുകൾ വരെ പാടില്ലേ? പിന്നെ ഒരു ഭക്തിഗാനം പാടിയോണ്ട് എന്ത് സംഭവിക്കാനാണ്? അല്ലെ സാറേ, ഞാൻ അതല്ലേ പറയണത്, ഇത് ഭജൻസ് ആണ്, ഭക്തിഗാനമേള അല്ല. ഭക്തിഗാനമേളയാണെങ്കിൽ അവിടെ ഏത് മതത്തിന്റെയും പാടുന്നതിന് നമുക്ക് എതിർപ്പില്ല. പക്ഷെ ഇത് ഭജൻസ് അല്ലേ, അതുകൊണ്ടാണ് മേഡം അങ്ങനെ പറയാൻ കാരണം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു ഭജൻസ് നടത്തുമ്പോൾ ഭജൻസ് എന്ന് പറയുമ്പോൾ ഹിന്ദു ഭജൻസ് അല്ലേ നടത്തേണ്ടത്, അവിടെ ഒരു ക്രിസ്ത്യൻ ഭജൻസ് അല്ലല്ലോ നടത്തേണ്ടത്. അതിനെയാണ് ആ മേഡം എതിർത്ത് സംസാരിച്ചത്. അല്ലാതെ നമ്മള് വേറൊരു മതവികാരം ഇളക്കി വിടാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ നാളെ ഇനി പാട്ട് പാടുന്നവരും ഹിന്ദുക്കൾ തന്നെ വേണം എന്നൊക്കെ പറയുമോ? അല്ല, ഭജൻസ് വേറെ. സാറിന് എന്ത് ഭജൻസ് എന്താണോ മറ്റേ ഗാനമേള എന്താണെന്ന് തിരിച്ചറിയില്ലേ? ഞാൻ ആദ്യം തുടക്കത്തിൽ വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഹിന്ദിയിൽ ഉണ്ടായിരുന്ന ഇപ്പോഴും ഏറ്റവും പ്രശസ്തമായ ഒരു ഭജൻ, മൻ തട്പട്ട് ദർശൻ ഗോ ആജൻ തുടങ്ങുന്ന ഭജൻ. ഈ ഭജൻ രൂപപ്പെടുത്തി എഴുതിയ ആളോ അല്ലെങ്കിൽ ഈ ഭജൻ സംഗീതം നൽകിയ ആളോ ഈ ഭജൻ പാടിയ ആളോ ഇവരാരും ഹിന്ദുക്കളല്ല. ഇവരാരും ഹിന്ദുമത വിശ്വാസികളല്ല. ഇവരെല്ലാം ഇസ്ലാം മത വിശ്വാസികളായ ആളുകളാണ് ചെയ്തത്. ഇന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഉത്തരേന്ത്യയിലടക്കം ഏറ്റവും കൂടുതൽ ആളുകൾ, കേരളത്തിലടക്കം ഏറ്റവും കൂടുതൽ ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഭജനാണ്. അപ്പോൾ അവിടെ ഒന്നും ആരും ഇതുവരെ ഭജൻ പാടിയത് അതൊരു ഹിന്ദു വിശ്വാസി അല്ല എന്ന് ആരും കണ്ടിട്ടില്ല. മുഹമ്മദ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.